രാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിൽ പഞ്ചവടിയിൽ ആശ്രമം കെട്ടി താമസിക്കുകയായിരുന്നു. ഒരു ദിവസം ലങ്കാധിപതിയായ രാവന്റെ സഹോദരിയായ ശൂർപ്പണഖ എന്ന രാക്ഷസി ആ വഴി വന്നു. രാമന്റെ സൗന്ദര്യത്തിൽ അവൾ ആകൃഷ്ടയായി. രാമനെ സ്വന്തമാക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിച്ച് അവൾ രാമന്റെ അടുത്തേക്ക് ചെന്നു. രാമൻ താൻ ഏകപത്നീവ്രതനാണെന്നും സീത തന്റെ ഭാര്യയാണെന്നും അവളെ അറിയിച്ചു. തുടർന്ന് ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ലക്ഷ്മണൻ താൻ രാമന്റെ ദാസനാണെന്നും അവളെ സ്വീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. രാമനും ലക്ഷ്മണനും തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ കോപിഷ്ഠയായി തന്റെ യഥാർത്ഥ രാക്ഷസരൂപം ധരിച്ച് സീതയെ ആക്രമിക്കാൻ ഒരുങ്ങി. ഇത് കണ്ട രാമൻ ലക്ഷ്മണനോട് അവളെ ശിക്ഷിക്കാൻ ആജ്ഞാപിച്ചു. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും കാതും ഛേദിച്ചു. വേദനയാൽ നിലവിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി.